രാജാവ് അലക്സാണ്ടർ ചക്രവർത്തി താൻ ഇതുവരെ കണ്ട ഒരു ലോകമല്ല, താൻ വെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമല്ല ഇത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ വലിയ രൂപത്തിൽ ചക്രവർത്തിക്ക് തിരിച്ചറിവുണ്ടാവുന്നു ഈ 3 സംഭവങ്ങളിലൂടെ. ഒന്ന്, ലോകം നീ കീഴടക്കിയതല്ല, നിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും താല്പര്യവുമാണ് ഈ ലോകത്തെ നീ കീഴടക്കാനായി നടക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ലോകം എന്റെ കീഴിലാണെന്ന് സന്യാസി പറഞ്ഞത്. ഞാൻ പ്രകൃതിയുടെ മകനാണ്, അതുകൊണ്ട് എനിക്കൊന്നും ആഗ്രഹിക്കാനില്ല, എനിക്കൊരിടത്ത് പോകാനുമില്ല എന്ന് പറഞ്ഞ ആ സന്യാസിയൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം വല്ലാതെ ഒരു പ്രശ്നമായി. അതുകൊണ്ട് അദ്ദേഹം പട്ടായി. വീണ്ടും ഈ സന്യാസി പറയുന്നുണ്ട്, ജോലിയും ശരീരവും എനിക്കിനി ഉപയോഗമില്ല, ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്ന് തന്നെ സമാധിയാകുന്ന ഈ കൊളനോസ് സന്യാസി സമാധിയാകുന്ന കഥയുമുണ്ട്. ഈ കഥകളെല്ലാം കേട്ടതിന് ശേഷമാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. 36 വയസ്സിലോ മറ്റേ അദ്ദേഹം തിരിച്ചു പോകുന്നു. തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി, 32 വയസ്സിൽ അദ്ദേഹം തിരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഒരു കാര്യമില്ല, ലോകത്തെ ഇങ്ങനെ വെട്ടിപ്പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇന്ത്യ തന്ന പാഠമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം 3 കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ ശവമഞ്ചം, കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും നടക്കും, ചക്രവർത്തിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ശവമഞ്ചം പൊതുജനങ്ങൾ കാണാനായി പൊതുനിരത്തിലൂടെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകേണ്ടത് ഫിഷറ്റ്ഗൊരന്മാരാണ്, ഡോക്ടർമാരാണ്. കാരണം എനിക്ക് അസുഖം വന്നിട്ട് രക്ഷിക്കാൻ എന്റെ വൈദ്യശാസ്ത്രത്തിന്, നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ ഫിഷറ്റ്ഗൊരന്മാരാണ്, ഡോക്ടർമാരായിരിക്കണം. അന്ന് ഫിഷറ്റ്ഗൊരൻ വൈദ്യനൊക്കെ, ഇന്നാണല്ലോ ഡോക്ടർ, കൊണ്ടുപോകണം. 1ാമത്തെ ചുമതല. 2ാമത് അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, ഈ പണം മുഴുവൻ റോഡിൽ വാരി, ഞാൻ എന്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന റോഡിൽ എനിക്ക് മുന്നേയും പിന്നെയും വാരി വിതറണം, അത് ജനങ്ങൾ എടുക്കണം. ഈ പണം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല,